പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമക്കളെ, പ്രാർത്ഥനയിൽ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഡോക്ടർ സാലിയുടെ കാര്യം. ആ കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ആലയത്തിൽ വരുന്ന കുഞ്ഞാണ്. ഉക്രൈനിൽ ആണെന്ന് തോന്നുന്നു അവള്, അല്ലേ, MBBS പഠിച്ചു, നാട്ടിൽ വന്നു. 2 പ്രാവശ്യം അവള് എക്സാം എഴുതി, FMG. നമുക്കറിയാം എന്താണ് FMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് നാട്ടിൽ പഠിച്ചാലും ഇവിടെ വന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു എക്സാം പാസ്സാകണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടൂ? പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്പർ കിട്ടൂ. നമ്പർ കിട്ടാതെ ആശുപത്രികളിൽ വർക്ക് ചെയ്താൽ പോലീസ് പിടിക്കും. പഠിത്തം കൊണ്ട് മാത്രം ഡോക്ടർ ആകത്തില്ല. ഇവിടുത്തെ എക്സാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ പല രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്. ഫിലിപ്പീൻസ്, അതുപോലെ ചൈന, അതുപോലെ അമേരിക്ക പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ജോർജിയ, ഇവിടെ എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എവിടെ പഠിച്ചാലും ഇവിടെ വന്ന് എക്സാം പാസ്സാകാതെ കാര്യമില്ല. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ പണിക്കാർക്ക് വേണ്ടി ആഹാരം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി. അപ്പോൾ ഒരു വയസ്സെന്ന പിതാവ് വളരെ ദുഃഖത്തോടെ പറയുന്നൊരു കാര്യം കേട്ട് എനിക്ക് പോലും സങ്കടം വന്നു. അയാളൊരു അനുജാതിക്കാരനാണ്, ക്രിസ്ത്യാനിയൊന്നുമല്ല. അയാൾ വേറൊരാളോട് പറയുകയാണ്, ഞാൻ അടുത്തിരുന്ന് കേൾക്കുകയാണ്. എനിക്ക് വേണ്ടി ആ ജോലിക്കാർക്കുള്ള പൊതികൾ പൊതിയുകയാണ്, എനിക്ക് വാർപ്പ് തൊഴിലാളികൾക്കുള്ള പൊതികൾ പൊതിയുകയാണ്. ഞാനിവിടെ ഇരിക്കുക. അപ്പോൾ ആ പിതാവ് പറയുകയാണ്, എല്ലാം വിറ്റ് പെറുക്കി മകളെ പഠിപ്പിച്ചു, MBBS പഠിപ്പിച്ചു. 6 പ്രാവശ്യം FMG എക്സാം എഴുതി. ഈ പ്രാവശ്യവും കിട്ടിയില്ല. നിരാശയിലാണ്. അവളുടെ എന്തെങ്കിലും സാമ്പത്തികം കിട്ടിയിട്ട് കടമൊക്കെ അടയ്ക്കാം എന്ന നിലവാരങ്ങളിലാണ് എന്ത് ചെയ്തത്? പൈസ എല്ലാം ചെലവഴിച്ചത്. പക്ഷേ 6 പ്രാവശ്യം എഴുതിയിട്ടും എക്സാം പാസ്സായിട്ടില്ല. ദുഃഖത്തോടെ ആ പിതാവ് പറയുകയാണ്. ഞാൻ പറഞ്ഞത്, ഇനി എത്രയെത്ര ജീവിതങ്ങളാണ് 6 അല്ല 10 പ്രാവശ്യം എഴുതിയ ആൾക്കാരുണ്ട്, പാസ്സാകുന്നില്ല. എന്നാൽ ഈ കുഞ്ഞ് ഒറ്റയ്ക്കാണ് ഈ ആലയത്തിൽ വന്നത്. അവള് മുടക്കം കൂടാതെ ആലയത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ 2 മാർക്കിനാണ് അവൾക്ക് തോൽവി സംഭവിച്ചത്. 300 മാർക്കിൽ 150 മാർക്ക് വാങ്ങിയാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. അവൾക്ക് 148 മാർക്ക് കിട്ടി. ഭയങ്കര സങ്കടമായിപ്പോയി. ഞങ്ങൾ പറഞ്ഞ് ഭാരപ്പെടേണ്ട. അന്ന് ഞങ്ങളെ ഒരുപാട് അവളെ ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട, മോളെ കർത്താവ് നടത്തും, അവൾ നിരാശയിൽ പോകാൻ പാടില്ല കർത്താവ്. കാരണം ഈ ദൈവത്തെ അറിയുന്ന മക്കളെ എങ്ങനെ ഒന്ന് കുറ്റപ്പെടുത്താമെന്ന് നോക്കുന്ന ആൾക്കാരാണ് ചുറ്റുപാടുമുള്ളത്, അല്ലേ? അവർക്ക് അടിക്കാൻ എന്ത് വേണം? ഒരു വടി വേണം. അത് നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് വേണ്ട, നീ ദൈവത്തെ അറിയാൻ വല്ല ഗുണം ഉണ്ടായോ? 2 മാർക്ക് നീ നിർപ്പാക്കുക എന്നൊക്കെ പറയും, അല്ലേ? മനസ്സിലെങ്കിലും പറയും. അവളെ ഞങ്ങൾ ഒരുപാട് ആശ്വസിപ്പിച്ചു. പിന്നെ കണ്ണൂർ വിട്ട് പഠിക്കാൻ പോയി. പഠിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും, സഭയിലും പറഞ്ഞ് പ്രാർത്ഥിക്കും. അവസാനം എക്സാമിൻ്റെ തലേ ദിവസവും ശക്തമായി പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചു, ഷീജ വിളിച്ചു, ബ്ലസ്സി വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. കാര്യം അത്രമാത്രം നിരാശ. കാരണം അവൾക്ക് മനസ്സിലായി ഈ ടെസ്റ്റ് പാസ്സാകാൻ, കാരണം ഇതുവരെ എഴുതിയതിൽ ഏറ്റവും പാടുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ട് ഫോൺ അവൾ എടുത്തില്ല. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ എടുത്തു. ഞാൻ പറഞ്ഞു, നീ നിരാശപ്പെടാതെ, ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് നിയമങ്ങളെ അനുകൂലമാക്കാൻ കഴിയും. ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പറയാൻ ഒക്കുമോ അങ്ങനെയൊക്കെ ആ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നീ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം, നീ നിരാശപ്പെട്ട് വീട്ടിൽ ഇരിക്കരുത്. റിസൾട്ട് വന്നില്ലല്ലോ, വന്നിട്ട് പറയാം. ദൈവത്തിന്റെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. കൃപയാൽ ഞായറാഴ്ച ആ കുഞ്ഞ് ആലയത്തിൽ വന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. 151 മാർക്ക്. 151 മാർക്ക്. വേറൊരു കാര്യം കേട്ടോ,
ഞാൻ അവളോട് പറഞ്ഞ കാര്യമുണ്ട്, മോളെ, ദൈവത്തിന് മൂല്യനിർണയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. ഞാൻ കേട്ട കാര്യം ഇതാണ്, ഇതുവരെയും 15% കൂടുതൽ പേര് ആ ടെസ്റ്റ് പാസ്സായിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം 30% പേരെ ജയിപ്പിച്ചു. അത് ആരുടെ പ്രവൃത്തിയാ? ആർക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയാ? ആ ഡോക്ടർ സാലിക്ക് വേണ്ടി മാത്രമുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മുടെ ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്തടിക്ക്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ഇതേ ദുഃഖം എനിക്കുമുണ്ടായിരുന്നു എൻ്റെ മകള് പഠിക്കുമ്പോൾ. കാര്യം എൻ്റെ മകൾ വലിയ ബുദ്ധിയുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊല്ലം മൗണ്ട് കാർമൽ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചു ഞങ്ങളെ, ഈ കുഞ്ഞ് ഇവിടെ സിലബസ് ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾ തോൽപ്പിക്കാൻ പോകുകയാണ് 8ാം ക്ലാസ്സിൽ. ഞങ്ങൾ പോയി പറഞ്ഞു, തോൽപ്പിക്കരുത്, TC തന്നാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയി കേരള സിലബസിൽ പഠിപ്പിച്ചോളാം. അങ്ങനെ TC വാങ്ങി കൊല്ലം വിമല ഹൃദയത്തിൽ കൊണ്ടുപോയി ചേർത്തു. എന്നാൽ ആ വർഷം അവൾ സ്നാനപ്പെട്ടു. കാര്യങ്ങൾ ഓകമാറി മറിഞ്ഞു. അവൾ 10ാം ക്ലാസ് പാസ്സായത് 7, 8 എന്തോ 5, 6 എത്ര ആയിക്കോട്ടെ, നല്ല മാർക്കില് A+ വാങ്ങി അവൾ പാസ്സാകുവാനിടയായി. അപ്പോൾ തന്നെ എൻ്റെ അകത്ത് ഒരു ദർശനം കർത്താവ് തന്നു, മകൾ ഒരു ഡോക്ടറാകും. കാര്യം എൻ്റെ മകൾ ഡോക്ടറായാൽ ദൈവനാമം മഹത്വപ്പെടും. കാര്യം എന്നെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്തവർ, എൻ്റെ മിത്രങ്ങൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ ബന്ധുക്കളെല്ലാം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഒരു കുറ്റം പറയാൻ, താഴ്ത്തിക്കെട്ടാൻ, കളിയാക്കാൻ. ആ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് കർത്താവ് അത്ഭുത അഡ്മിഷൻ കൊടുക്കും. കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനിടയായി. അങ്ങനെ അവള് ജോർജിയ എന്ന സ്ഥലത്ത് പോയി MBBS പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റ് വന്നു. പ്രിയമക്കളെ, എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. കാര്യം നമുക്കത് എങ്ങനെ പഠിച്ച് പാസ്സാകാൻ കഴിയും? 15% പേരാണ് പാസ്സാകുന്നത്. പക്ഷേ പറയട്ടെ മക്കളെ, 174 മാർക്ക് വാങ്ങിയവള്. 74ആണോ 70ആണോ അറിയത്തില്ല, 20 മാർക്ക് അധികം വാങ്ങി. 1ാം ചാൻസിൽ FMG പാസ്സായി. അതുപോലെ എൻ്റെ മരുമോനും 1ാം ചാൻസിൽ പാസ്സാവാനിടയായി. ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി കാര്യം ക്രമീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആദ്യത്തെ നിലവാരങ്ങൾ കണ്ട് ഭാരപ്പെട്ടു പോകരുത്. അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. കാര്യങ്ങളെല്ലാം അവൻ മാറ്റിമറിക്കും. Only believe. കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി നിയമങ്ങളെ അനുകൂലമാക്കി മാറ്റുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ പറഞ്ഞത്, ആദ്യ കാര്യങ്ങൾ കണ്ട്, ആദ്യ സംഭവങ്ങൾ കണ്ട്, ആദ്യ നിലവാരങ്ങൾ കേട്ട് നിങ്ങൾ ആരും ഭാരപ്പെട്ടു പോകരുത്. കർത്താവിൽ തുടരുക. അവസാന വാക്ക്